അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹ്. സൂറ ആലി ഇമ്രാൻ അടിസ്ഥാനപ്പെടുത്തിയുള്ള ക്വിസിൻ്റെ 1-ാം ഭാഗത്തിലേക്ക് സ്വാഗതം. ഒന്നാമത്തെ ചോദ്യം, മൂസ നബി അലൈഹി ഇസ്ലാമയുടെ പിതാവിൻ്റെ പേരെന്ത്? ഉത്തരം ഇമ്രാൻ. 33-ാമത്തെ ആയത്തിൽ ഇന്നല്ലാഹ അസ്തഫ ആദമ വ നൂഹൻ വ ആല ഇബ്രാഹിമ വ ആല ഇമ്രാന അലൽ ആലമീൻ. ആദം, നൂഹ്, ഇബ്രാഹിം കുടുംബം, ഇമ്രാൻ കുടുംബം ഇവരെയൊക്കെ നിശ്ചയമായും ലോകജനതയിൽ നിന്നും അള്ളാഹു പ്രത്യേകം തിരഞ്ഞെടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു. ഇതിൽ ആല ഇമ്രാൻ എന്നുള്ളതിൽ നിന്നുമാണ് ഈ സൂറയ്ക്ക് ആലു ഇമ്രാൻ എന്നുള്ള പേര് വന്നത്. ഇത് മൂസ നബി അലൈഹി ഇസ്ലാമയുടെയും ഹാറൂൻ നബി അലൈഹി ഇസ്ലാമയുടെയും പിതാവിൻ്റെ പേര് ഇമ്രാൻ എന്നതിൽ നിന്നുമാണ് ഈ ആലു ഇമ്രാൻ എന്നുള്ള പേര് വന്നത് എന്നും, അതല്ല മറിയം ബീവിയുടെ പിതാവായ ഇമ്രാന്റെ പേരിൽ നിന്നുമാണ് ഈ പേര് വന്നിരിക്കുന്നത് എന്നും വ്യത്യസ്തമായ അഭിപ്രായങ്ങളുണ്ട്. മസ്ജിദുൽ ഹറമിലെ ദൃഷ്ടാന്തങ്ങളുടെ കൂട്ടത്തിൽ പ്രത്യേകം എടുത്തു പറയാവുന്ന ഒരു പ്രത്യക്ഷ ദൃഷ്ടാന്തം. മഖാമു ഇബ്രാഹിം എന്നതാണ് ഉത്തരം. ആലിമ്രാൻ്റെ 96-ാമത്തെ ആയത്തിൽ തീർച്ചയായും മനുഷ്യർക്കായി ഉണ്ടാക്കിയ ആദ്യ ദേവാലയം മക്കയിലേത് തന്നെ. അത് അനുഗ്രഹീതമാണ്, ലോകർക്കാകെ വഴികാട്ടിയും. അതിൽ വ്യക്തമായ ദൃഷ്ടാന്തങ്ങളുണ്ട്. ഇബ്രാഹിമിൻ്റെ പ്രാർത്ഥനാസ്ഥലം, ഇതാണ് മഖാമു ഇബ്രാഹിം എന്ന് പറയുന്നത്. ഖുർആനിൽ സൂറത്തുൽ ബക്കറയുടെ 125-ാമത്തെ ആയത്തിലും ആലി ഇമ്രാൻ്റെ 97-ാമത്തെ ആയത്തിലുമാണ് ഈ മഖാമു ഇബ്രാഹിമിനെ കുറിച്ച് പരാമർശിച്ചിരിക്കുന്നത്. മൂന്നാമത്തെ ചോദ്യം, അള്ളാഹുവിങ്കിൽ നിന്നുള്ള ഒരു വാക്കിനെ സത്യപ്പെടുത്തിയവൻ എന്ന് ഖുർആൻ ആരെക്കുറിച്ചാണ് പറഞ്ഞത്? ഉത്തരം യഹ്യ നബി അലൈഹിസ്സലാം. 39-ാമത്തെ ആയത്തിൽ അദ്ദേഹം മിഹ്റാബിൽ പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കെ മലക്കുകൾ അദ്ദേഹത്തെ വിളിച്ചു പറഞ്ഞു. ഇത് സക്കരിയ നബി അലൈഹി ഇസ്ലാമയോട് മലക്കുകൾ പറയുന്ന കാര്യമാണ്. അന്നല്ലാഹ യുബശ്ശിറുക ബി യഹ്യ മുസദ്ദിഖൻ ബി കലിമത്തിൻ മിനല്ലാഹ്. നിശ്ചയമായും അള്ളാഹു നിന്നെ യഹ്യയെ സംബന്ധിച്ച ശുഭവാർത്ത അറിയിക്കുന്നു. അള്ളാഹുവിങ്കിൽ നിന്നുള്ള വചനത്തെ സത്യപ്പെടുത്തുന്നവനായാണ് അവൻ വരിക. ഇവിടെ അള്ളാഹുവിൽ നിന്നുള്ള വചനം എന്ന് പറയുന്നത് ഈസാ നബി അലൈഹി ഇസ്ലാമയാണ്. അദ്ദേഹത്തെ സത്യപ്പെടുത്തുന്നവനായി കൊണ്ടുവരുന്നത് യഹ്യ നബി അലൈഹി ഇസ്ലാമാണ്. അപ്പോൾ സക്കരിയ നബി അലൈഹി ഇസ്ലാമയ്ക്ക് മലക്കുകൾ ശുഭവാർത്ത അറിയിക്കുന്ന സന്ദർഭത്തിലാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. യഹ്യ നബി അലൈഹി ഇസ്ലാമയുടെ ജനനത്തെക്കുറിച്ചുള്ള ശുഭവാർത്തയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ആ സന്ദർഭത്തിൽ മലക്കുകൾ പറയുന്ന കാര്യമാണ്. അള്ളാഹുവിങ്കിൽ നിന്നുള്ള വചനത്തെ സത്യപ്പെടുത്തുന്നവനായിട്ടാണ് യഹ്യ നബി അലൈഹി ഇസ്ലാം വരുന്നത് എന്നാണ്. തുടർന്ന് പറഞ്ഞിരിക്കുന്നത് അദ്ദേഹം നേതാവും ആത്മസംയമനം പാലിക്കുന്നവനും സൽവൃദ്ധരിൽപ്പെട്ട പ്രവാചകനുമായിരിക്കും എന്നാണ്. നാലാമത്തെ ചോദ്യം, ക്രൈസ്തവ നിവേദക സംഘം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സന്ദർശിച്ച വർഷം ഏത്? ഹിജ്റ 9-ാം വർഷം. ഹിജ്റ 8-ാം വർഷം മക്കം ഫതഹ് നടക്കുന്നു. അതോടുകൂടി അറേബ്യൻ ഉപദ്വീപിൻ്റെ പല ഭാഗത്തു നിന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സന്ദർശിക്കാൻ വേണ്ടി നിവേദക സംഘങ്ങൾ വരാൻ ആരംഭിച്ചു. ഹിജ്റ 9-ാം വർഷം അതുകൊണ്ട് തന്നെ ആമുൽ വുഫൂദ് അല്ലെങ്കിൽ ഇയർ ഓഫ് ഡെലിഗേറ്റ്സ് അല്ലെങ്കിൽ നിവേദക സംഘങ്ങളുടെ വർഷം എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഇത്തരത്തിൽ ഹിജാസിനും യമനിലും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന നെജ്റാനിൽ നിന്നും ഒരു ക്രിസ്ത്യൻ നിവേദക സംഘം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സന്ദർശിക്കാൻ വേണ്ടി ഹിജ്റ 9-ാം വർഷം മദീനയിൽ എത്തുകയുണ്ടായി. അള്ളാഹു ഈസ അലൈഹി ഇസ്ലാമയെ ഉപമിച്ചത് ആരോടാണ്? അതാണ് അടുത്ത ചോദ്യം. ഉത്തരം ആദം നബി അലൈഹി ഇസ്ലാമയോടാണ്. 59-ാമത്തെ ആയത്തിൽ ഇന്ന മസല ഈസ ഇൻദല്ലാഹി കമസലി ആദം ഖലഖഹു മിൻ തുറാബിൻ സുമ്മ ഖാല ലഹു കുൻ ഫയകൂൻ. നിശ്ചയം അള്ളാഹുവിൻ്റെ അടുത്ത് ഈസായുടെ ഉപമ ആദമിൻ്റേതുപോലെയാണ്. അള്ളാഹു ആദമിനെ മണ്ണിൽ നിന്നും സൃഷ്ടിച്ചു, പിന്നെ അതിനോട് ഉണ്ടാവുക എന്ന് കൽപ്പിച്ചു, അപ്പോൾ അദ്ദേഹം ഉണ്ടാകുന്നു.
പിതാവില്ലാതെ ജനിച്ചതിനാൽ ഈസാ നബി അലൈഹി ഇസ്ലാം ദൈവപുത്രനാണ് എന്ന് വാദിക്കുന്നവർക്കുള്ള മറുപടിയാണിത്. അള്ളാഹുവിൻ്റെ അടുക്കൽ ഈസായുടെ ഉപമ ആദമിനെ പോലെയാണ്. ഈസ പിതാവില്ലാതെയാണ് ജനിച്ചതെങ്കിൽ ആദമാകട്ടെ പിതാവും മാതാവും ഇല്ലാതെയാണ് ജനിച്ചത്. അള്ളാഹു സുബ്ഹാനഹു വ തആല മണ്ണിൽ നിന്നും സൃഷ്ടിക്കുകയാണ് ഉണ്ടായത്. അടുത്ത ചോദ്യം, അൽ അസ്ബാത്ത് എന്നത് ഏത് നബിയുടെ സന്താന പരമ്പരയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്? ഉത്തരം യാക്കൂബ് നബി അലൈഹിസ്സലാം. ഇത് ആലി ഇമ്രാന്റെ 84-ാമത്തെ ആയത്തിൽ ഖുൽ ആമന്ന ബില്ലാഹി വമാ ഉൻസില അലൈന വമാ ഉൻസില അലാ ഇബ്രാഹീമ വ ഇസ്മാഈല വ ഇസ്ഹാഖ വ യാക്കൂബ വൽ അസ്ബാത്ത്. പറയുക, ഞങ്ങൾ അള്ളാഹുവിൽ വിശ്വസിച്ചിരിക്കുന്നു, ഞങ്ങൾക്ക് ഇറക്കിത്തന്നത് ഇബ്രാഹിം, ഇസ്മായിൽ, ഇസ്ഹാഖ്, യാക്കൂബ് സന്തതികൾ എന്നിവർക്ക് ഇറക്കിക്കൊടുത്തത്. ഇത് 4 സ്ഥലങ്ങളിൽ സൂറത്തുൽ ബഖറ 136, 140, ആലി ഇമ്രാൻ 84, സൂറത്തുൽ നിസാ 163 എന്നീ ആയത്തുകളിൽ ഈ അൽ അസ്ബാത്ത് എന്നുള്ളത് വന്നിട്ടുണ്ട്. അത് യാക്കൂബ് നബി അലൈഹി ഇസ്ലാമയുടെ സന്താന പരമ്പരകൾക്ക് പറയുന്ന പേരാണ്. 7-ാമത്തെ ചോദ്യം, സൃഷ്ടികളിൽ ഏറ്റവും വിശ്വാസയോഗ്യമായ സാക്ഷ്യം ആരുടേത്? ഉത്തരം മലക്കുകളുടെ. ഷഹിദല്ലാഹു അന്നഹു ലാ ഇലാഹ ഇല്ലാ ഹുവ വൽ മലായികത്തു വ ഉലുൽ ഇൽം. താനല്ലാതെ ഇലാഹില്ലെന്നതിന് അള്ളാഹു സ്വയം സാക്ഷിയാകുന്നു, മലക്കുകളും ജ്ഞാനികളുമെല്ലാം അതിന് സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. സൃഷ്ടികളുടെ കൂട്ടത്തിൽ ഏറ്റവും വിശ്വാസയോഗ്യമായിട്ടുള്ള സാക്ഷ്യം മലക്കുകളുടേതാണ്. കാരണം അവരാണ് ഈ പ്രപഞ്ചത്തിൻ്റെ കാര്യങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിർദ്ദേശപ്രകാരം നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവരുടെ അനുഭവജ്ഞാനത്തിൽ നിന്നും അവർക്ക് വ്യക്തമായിട്ടുള്ള കാര്യമാണ് അള്ളാഹു അല്ലാതെ മറ്റൊരു ഇലാഹില്ല എന്നതും അല്ലാഹു സുബ്ഹാനഹു വ തആല മാത്രമാണ് ഇലാഹ് എന്നുള്ളതും. അതുകൊണ്ട് തന്നെ അവരുടെ സാക്ഷ്യമാണ് സൃഷ്ടികളുടെ കൂട്ടത്തിൽ ഏറ്റവും വിശ്വാസയോഗ്യമായിട്ടുള്ളത്.